ഷെഫ് ഓഫ് കേരള 2026 ഇൻ അസോസിയേഷൻ വിത്ത് ലുലു മോൾ. ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു തനി നാടൻ വെജ് അല്ലെങ്കിൽ നോൺ വെജ് വിഭവം, അതിനോടൊപ്പം ഒരു തനി നാടൻ മധുര പലഹാരം. ഇതിൻ്റെ എല്ലാ റെസിപ്പികൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്കോ www.vanitha.in/chefofkerala എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തോ ഞങ്ങൾക്ക് അയച്ചു തരിക. 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഈ മത്സരത്തിൽ പങ്കെടുക്കാം. ഓഡിയോയായോ വീഡിയോയായോ എഴുതിയോ റെസിപ്പികൾ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. പാചകക്കുറിപ്പിനൊപ്പം മത്സരാർത്ഥിയുടെ പേരും അഡ്രസ്സും കോൺടാക്ട് നമ്പറും ഓഗസ്റ്റ് 31 മുമ്പ് ഞങ്ങൾക്ക് അയച്ചു തരിക. ഇനി അതുമല്ലെങ്കിൽ ഈസ്റ്റേൺ വനിത ഷെഫ് ഓഫ് കേരള എന്ന ഹാഷ്ടാഗോടെ നിങ്ങളുടെ സ്വന്തം FB അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജിൽ വീഡിയോയായും അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇന്ന് ഈസ്റ്റേണിൻ്റെ സ്പൈസസ് വെച്ചുകൊണ്ട് ഒരു പാലക്കാടൻ രസകാലനാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. രസകാലം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പച്ചക്കായ, മത്തൻ, ചേന, കുമ്പളങ്ങ ഇതെല്ലാം കൂടെ ഒരു 3 കപ്പോളം വരുന്ന പാകത്തിൽ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പുളിവെള്ളം, ഉപ്പ്, ഈസ്റ്റേൺ മഞ്ഞൾപ്പൊടി, ഈസ്റ്റേൺ മുളക് പൊടി, തൈര്, ശർക്കര, തേങ്ങ ചിരകിയത് 1 കപ്പ്, പച്ചമുളക്, ഈസ്റ്റേൺ ജീരകപ്പൊടി, വെളിച്ചെണ്ണ, കടുക്, കരിവേപ്പില, വറ്റൽമുളക്, വെള്ളം. ഇത്രയാണ് നമുക്ക് രസകാളൻ, പാലക്കാടൻ രസകാലൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കിങ്ങിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് പുളിവെള്ളത്തിലാണ് പച്ചക്കറികൾ ഞാൻ വേവിക്കാൻ പോകുന്നത്. അപ്പോൾ പുളിവെള്ളം, ഉപ്പ്, ഈസ്റ്റേൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും കളറിന് വേണ്ടി കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പുളിവെള്ളം നമ്മൾ ഒഴിച്ചു. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്. കളറിന് വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈസ്റ്റേണിൻ്റെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ഞാൻ ഇത്രയും പച്ചക്കറിയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പൊതുവേ ഇത്തരം രസക്കാളനിൽ മുളക് അധികം ഇടാറില്ല, എങ്കിൽ പോലും രുചിക്ക് വേണ്ടി മാത്രം ഞാനൊരു 1/2 ടീസ്പൂൺ ഈസ്റ്റേൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനു വേണ്ടി 1 കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 പച്ചമുളകും, ജീരകം ഉണ്ടെങ്കിൽ ജീരകടം, ഞാൻ ഈസ്റ്റേണിൻ്റെ ജീരകപ്പൊടിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, അതും കുറച്ച് ഉപ്പും, പേരിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. തേങ്ങയിലേക്ക് ഒരു 3 പച്ചമുളകാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഒരു എരിവ് എന്ന് പറയാൻ ഇതാണ് കാര്യമായിട്ട് നമ്മൾ ചേർക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ജീരകപ്പൊടി. ഇനി ജീരകമാണ് ചേർക്കാൻ ഇട്ടാൽ മതി കേട്ടോ. ഇത് കുറച്ചുകൂടി എളുപ്പമായതുകൊണ്ടാണ് ഈസ്റ്റേൺ ജീരകപ്പൊടി ഞാൻ ഇട്ടിട്ടുള്ളത്. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പാലക്കാട് അയ്യർ സദ്യകളിലെ ഒരു പ്രധാന ഐറ്റമാണ് കേട്ടോ ഈ പറയുന്ന രസകാളൻ. ഇത് നമ്മുടെ ഗുരുവായൂർ രസകാളനിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിഷാണ്. തേങ്ങയുടെ അരപ്പ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി വേവിക്കാൻ വെച്ച പച്ചക്കറിയില്ലേ, നന്നായിട്ടൊന്ന് പരുവമായിട്ട് നമുക്ക് ഈ തേങ്ങ അരച്ചതും കൂടെ അതിലേക്ക് മിക്സ് ചെയ്തിട്ടെടുക്കണം കേട്ടോ. പച്ചക്കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച തേങ്ങയില്ലേ, ആ അരപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പച്ചമണം മാറുന്ന വരെ, അതായത് ഈ അരപ്പിൻ്റെ ഒരു പച്ചമണമില്ലേ തേങ്ങയുടെ, അത് മാറുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ചെറിയ തീയിൽ കുറച്ച് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. അരപ്പൊന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അരപ്പൂടെ ചേർത്തിട്ട് ഇതിലേക്ക് നമുക്കൊരു 1 ടീസ്പൂൺ ശർക്കര ഇട്ട് കൊടുക്കാം. ഞാൻ ശർക്കര പൊടി ഇട്ടിട്ട് എടുത്തത്. ചെറിയൊരു കഷ്ണം ശർക്കര ഇടുവാണെങ്കിൽ ഇതിൻ്റെ രുചി കുറച്ചുകൂടെ കൂടും കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ തേങ്ങയുടെ പച്ചമണം ഒന്ന് പോകുന്ന വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ്, അതായത് ഇതിന് എത്രയാണോ വേണ്ടത്, ഞാൻ ചെറിയ കപ്പിലാണ് എടുത്തത്, 1 കപ്പ് തൈര്, നല്ല പുളിയുള്ള തൈര് കൂടെ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് തൈര് ചേർത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പാകം കറക്റ്റ് കിട്ടും. തൈര് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു കേട്ടോ.
ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിലേക്ക് താളിക്കണം. അതിനുവേണ്ടി വെളിച്ചെണ്ണയിൽ കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഈ 3 കാര്യങ്ങളും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെ നന്നായിട്ടൊന്ന് വിതറി കൊടുക്കാം. വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു. ഇനി ഇതിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇതിനും കൂടെ ഇട്ടിട്ടൊന്ന് താളിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിത് ഇതിലേക്ക് സെർവ് ചെയ്യാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഈ 3 ഐറ്റം കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതാക്കി എടുത്തിട്ട് കാളിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് സെർവ് ചെയ്യാം. ഫൈനലി നമ്മുടെ രസകാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല രുചിയുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം.